എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 53-ാമത്തെ സർഗത്തിൽ 20 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്കിന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വസിഷ്ഠൻ്റെ സ്വന്തമായ ശബള അല്ലെങ്കിൽ കാമധേനു, ആ കാമധേനുവിൻ്റെ കഴിവുകൾ കണ്ടിട്ട് വളരെ അത്യാഗ്രഹം തോന്നിയവനായ വിശ്വാമിത്ര മഹർഷി. ഇത് ശതാനന്ദൻ പറയുകയാണ്, ജനകൻ്റെ പുരോഹിതനായിട്ടുള്ള ശതാനന്ദനാണ് പറയണത്. വിശ്വാമിത്രനെ മുമ്പിലിരുത്തി തന്നെയാണ് ആ കഥകളൊക്കെ ശ്രീരാമന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അന്നത്തെ ഒരവസ്ഥ, അതായത് ലൗകികമായിട്ടുള്ള സുഖങ്ങളാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന രാജാവായിരിക്കുമ്പോഴത്തെ വിശ്വാമിത്രൻ്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വസിഷ്ഠൻ സ്വന്തമാക്കി വച്ചിരിക്കുന്ന ആ കാമധേനുവിനെ എങ്ങനെയെങ്കിലും തനിക്കെടുക്കണം, തൻ്റെ സ്വന്തമാക്കണം എന്നുള്ള മോഹം കൊണ്ട് പലതും പറയുകയാണ്. അത് അവർ തമ്മിലുള്ളതായ, വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിലുള്ളതായ സംഭാഷണങ്ങൾ, അതൊക്കെയാണ് ഇനി ഇവിടെ വർണ്ണിക്കുന്നത്. ഈ 25-ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് 53-ാമത്തെ സർഗം തീരാണ്. നമുക്ക് ശ്ലോകം നോക്കാം. നാനാവർണവിഭക്താനാം വയസ്ഥാനാം തഥൈവ ച ദദാമ്യേകാം ഗവാം കോടിം ശബളാദീയതാം മമ. എങ്ങനെ വന്നാലും ഈ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ വിശ്വാമിത്രൻ വസിഷ്ഠനോട് പറയുന്നുള്ളൂ. ഞാൻ പലതും തരാം, എനിക്ക് ശബളയെ തരൂ. മമ ശബളാദീയതാം, എനിക്കായിട്ട് ആ ശബളയെ, കാമധേനുവിനെ തന്നാലും അതിന് പകരമായിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? നാനാവർണ വിഭക്താനാം വയസ്ഥാനാം ഗവാം കോടിം ദദാമി, ഏകാം ഗവാം കോടിം ദദാമി. നാനാവർണ്ണങ്ങളുള്ള, അതായത് പശുക്കൾക്ക് പലതരത്തിലുള്ള നിറങ്ങളുണ്ട്. വെള്ളയുണ്ട്, ചുവപ്പുണ്ട്, കറുപ്പുണ്ട്, ഇതൊക്കെ കൂടി ചേർന്ന നിറമുള്ളതുണ്ട്. പാണ്ടി പശുക്കളുണ്ട്. അങ്ങനെ പല പല നിറത്തിലുള്ള നല്ല പാലുള്ളതായ പശുക്കൾ, അവയെ ധാരാളമായിട്ട് ഞാൻ തരാം. വയസ്ഥാനം എന്നുള്ളത് കൊണ്ട് ചെറുപ്പക്കാരികളായ, അതായത് നല്ലവണ്ണം പാലുൽപാദനം നടത്തുന്നവരായ ഇളം പ്രായത്തിലുള്ള, അതാണ് ആ വാക്കിനർത്ഥം. അങ്ങനെയുള്ളതായ പശുക്കളെ, എത്ര എണ്ണത്തിന്? 1 കോടി പശുക്കളെയാണ്. അതാണ് ഏകാം ഗവാം കോടിം ദദാമി. 1 കോടി നല്ല പാല് തരുന്ന യൗവനയുക്തകളായിട്ടുള്ള ധാരാളം പ്രസവിച്ച പാല് തരാൻ കഴിവുള്ളവരായിട്ടുള്ള പശുക്കളെ ഞാൻ അങ്ങേക്ക് തരാം. അങ്ങ് എനിക്ക് ഈ ശബളയെ അതിന് പകരമായിട്ട് തരൂ. അങ്ങനെയല്ല പറയണത്, ശബളയെ എനിക്ക് തന്നാൽ ഞാൻ പകരമായിട്ട് 1 കോടി പശുക്കളെ, പാലുള്ള 1 കോടി പശുക്കളെ, കറവ പശുക്കളെ ഞാൻ തരാം എന്ന് വിശ്വാമിത്രൻ വസിഷ്ഠനോട് പറയാണ്. എന്നിട്ട് അതുമാത്രമല്ല, പിന്നെയും പറയാണ്, യാവദിച്ഛസി രത്നാനി ഹിരണ്യം വാ ദ്വിജോത്തമ താവദ്ദദാമി തേ സർവം ദീയതാം ശബളാമമ. ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങക്ക് എത്ര കണ്ട് ഇതൊക്കെ വേണമെന്ന് മോഹമുണ്ടോ അത്രയും തരാം. അതാണ് യാവത് രത്നാനി ഇച്ഛസി, യാവത് ഹിരണ്യം ഇച്ഛസി ദ്വിജോത്തമ. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് എത്ര കണ്ട് രത്നം വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം എത്ര കണ്ട് വേണമെന്ന് വിചാരിക്കുന്നുവോ അത്രയൊക്കെ ഞാൻ തരാൻ തയ്യാറാണ്. അതായത് ഞാനൊരളവ് പറഞ്ഞിട്ട് അങ്ങയോട് വാഗ്ദാനം നൽകല്ല, അങ്ങ് എത്ര വേണം എന്നുള്ളത് ആവശ്യത്തിനനുസരിച്ച് എന്നോട് ചോദിച്ചോളൂ, അത് മുഴുവനും ഞാൻ അങ്ങേക്ക് തന്നോളാം. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, തേ താവത് ദദാമി, അതിന് മാത്രം എത്രയാണോ എന്നോട് ചോദിക്കുന്നത് അത് മുഴുവനും തന്നെ ഞാൻ അങ്ങേക്ക് നൽകാൻ തയ്യാറാണ്. സർവം ദദാമി ശബളാമവദീയതാം, ഈ ശബളയെ, ഈ കാമധേനുവിനെ എനിക്ക് തന്നാലും. ഇങ്ങനെയൊക്കെ പലതരത്തിൽ പ്രേരിപ്പിക്കാൻ നോക്കി വിശ്വാമിത്രൻ വസിഷ്ഠനെ. എന്നിട്ട് വസിഷ്ഠൻ എന്താ പറഞ്ഞത്? 22-ാമത്തെ ശ്ലോകം നോക്കാം. ഏവമുക്തസ്തു ഭഗവാൻ വിശ്വാമിത്രേണ ധീമതാ ന ദാസ്യാമീതി ശബളാം പ്രാഹരാജൻ കഥം ജന. ഏവം ധീമതാ വിശ്വാമിത്രേണ ഉക്തഃ ഭഗവാൻ വസിഷ്ഠഃ. ഇപ്രകാരം ധീമതാ വിശ്വാമിത്രേണ, നല്ല കഴിവുള്ള ബുദ്ധിമാനായ ആ വിശ്വാമിത്രനാൽ, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന വിശ്വാമിത്രനാൽ പറയപ്പെട്ടവനായ ഭഗവാൻ വസിഷ്ഠൻ, അദ്ദേഹം എന്താ പറഞ്ഞത്? പ്രാഹ, അദ്ദേഹം പറയാണ്, രാജൻ കഥഞ്ജന ശബളാം ന ദാസ്യാമി ഇതി.
പ്രാഹ. എന്തൊക്കെ വന്നാലും, എന്തൊക്കെ എനിക്ക് തരാം എന്ന് പറഞ്ഞാലും, എന്തൊക്കെ വാഗ്ദാനം നൽകിയാലും ശബളാം ന ദാസ്യാമി, ഈ കാമധേനുവിനെ, അവളെൻ്റെ മകളാണ്, അവളെ ഞാൻ തരുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ തരില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്നുണ്ടെങ്കിൽ അതാണ് 23-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഏതദേവ ഹി മേ രത്നമേതദേവ ഹി മേ ധനം ഏതദേവ ഹി സർവസ്വം ഏതദേവ ഹി ജീവിതം. നിങ്ങൾ പറഞ്ഞുല്ലോ പലതും തരാമെന്ന്, അതൊക്കെ എനിക്ക് ഈ ഒരൊറ്റ കാമധേനുവിനെ കൊണ്ട് ലഭിക്കാവുന്നതേ ഉള്ളൂ. അതാണ് ഏതത് ഏവഹി മേ രത്നം. എൻ്റെ രത്നം എന്ന് പറഞ്ഞാൽ ഈ കാമധേനുവാണ്. അല്ലാതെ അങ്ങ് തരാം എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള ഒരു മണികളുമല്ല, അല്ലെങ്കിൽ സ്വർണങ്ങളല്ല, വെള്ളിയല്ല, ഒന്നുമല്ല. എൻ്റെ രത്നം എന്ന് പറഞ്ഞാൽ ഈ ഗോരത്നമാണ്. എനിക്കത് മാത്രം മതി. അവൾ മാത്രമാണ് എൻ്റെ ധനം. എനിക്ക് കാമധേനു ഉണ്ട് എങ്കിൽ ഉണ്ടാക്കാവുന്ന ധനം, അതായത് കാശ്, ധനം എന്ന് പറയുമ്പോൾ വെറും ഈ സ്വർണത്തിൻ്റെ നാണയങ്ങളോ തുട്ടുകളോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണോ അതാണ് ധനം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കാമധേനു മാത്രമാണ്. എനിക്ക് കാമധേനുവിനെ വിട്ടുതരാൻ സാധിക്കുകയേ ഇല്ല. അവൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുക തന്നെ വേണം. ഏതദേവഹി സർവസ്വം, ഇതാണ്, ഇവളാണ് എൻ്റെ സർവസ്വം, ജീവിത സർവസ്വം ഇതാണ്. ഏതദേവഹി ജീവിതം. കാമധേനു ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ തന്നെ പറ്റില്ല. കാമധേനുവാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും, എല്ലാം എനിക്ക് വേണ്ടതുപോലെ ചെയ്തു തരുന്നത്. എൻ്റെ എല്ലാ സൗഖ്യത്തിനും ഒക്കെ കാരണമായിട്ടുള്ളത് കാമധേനുവാണ്. അതുകൊണ്ട് കാമധേനുവിനെ എനിക്ക് നൽകാൻ സാധിക്കില്ല, ഞാൻ വിട്ടുതരില്ല എന്നർത്ഥം. ഒന്നുകൂടി എടുത്തു പറയുകയാണ് 24-ാമത്തെ ശ്ലോകത്തിൽ. ദർശശ്ച പൗർണമാസശ്ച യജ്ഞാശ്ചൈവാപ്തദക്ഷിണാഃ ഏതദേവ ഹി മേ രാജൻ വിവിധാശ്ച ക്രിയാസ്തഥാ. 25-ാമത്തെയും കൂടിയും ചൊല്ലാം. അധോ മൂലാഃ ക്രിയാഃ സർവാ മമ രാജന്ന സംശയഃ ബഹുനാ കിം പ്രലാപേന ന ദാസ്യേ കാമദോഹിനീം. ഈ മാസം എന്ന് പറയണത് ഒരു മലയാള മാസമായിക്കോട്ടെ, അതുപോലെ ചാന്ദ്രമാസമായിക്കോട്ടെ, ചന്ദ്രമാസത്തിൽ എങ്ങനെയായാലും രണ്ട് പക്ഷങ്ങൾ, ഒരു കറുത്ത പക്ഷവും വരും, ഒരു വെളുത്ത പക്ഷവും വരും. കറുത്ത പക്ഷം എന്ന് പറയണത് ചന്ദ്രൻ്റെ ക്ഷയമാണ്. അങ്ങനെ പോയി അമാവാസി വരും. അത് കഴിഞ്ഞിട്ടുള്ള വെളുത്ത പക്ഷം എന്ന് പറയണത് ചന്ദ്രൻ്റെ വൃദ്ധിയാണ്. ചന്ദ്രൻ വർദ്ധിച്ച് കലാവാനായിട്ട് പരിപൂർണനായിട്ട് പൂർണ്ണചന്ദ്രനായി തീരും. അപ്പോൾ പൗർണമി, അങ്ങനെ പൗർണമി വരും ചെയ്യും. ഈ ദിവസങ്ങളിൽ ദർശ പൗർണമാസികൾ എന്ന് പറയും. അതായത് ചന്ദ്രനെ കാണാൻ പറ്റാത്ത അമാവാസിയിലും ചന്ദ്രൻ പൂർണ്ണചന്ദ്രനായി നിൽക്കുന്ന പൗർണമിയിലും ധാരാളം ക്രിയകൾ ചെയ്യാനുണ്ട്. അതൊക്കെ, അതായത് ദേവന്മാർക്കുള്ള ഹവ്യങ്ങൾ, അതാദ്യം പറഞ്ഞു, പിതൃക്കൾക്കുള്ള കവ്യങ്ങൾ, ഇങ്ങനെ എത്രയോ പ്രവൃത്തികൾ, വ്യാപാരങ്ങൾ, യാഗാദി കർമ്മങ്ങളൊക്കെ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. മാത്രമല്ല യജ്ഞാഹ ച അവാപ്ത ദക്ഷിണാഹ, ദക്ഷിണ സ്വീകരിച്ചുകൊണ്ട് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ധാരാളം യാഗങ്ങളുണ്ട്. ഏതദേവഹി മേ രാജൻ വിവിധാശ്ച ക്രിയാസ്തഥ. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ക്രിയകൾ ഓരോ മാസങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടല്ലയോ മഹാരാജാവേ, അധോ മൂലാ ക്രിയാ സർവാഹ, ഇവളെ ആധാരമാക്കിക്കൊണ്ടാണ്, അതായത് ഈ കാമധേനുവിനെ ആശ്രയിച്ചുകൊണ്ടാണ്, അധോ മൂലാഹ എന്ന് പറഞ്ഞാൽ ഇവളെ ആശ്രയിച്ചുകൊണ്ടാണ് സർവാഹ ക്രിയാഹ, ഞാനീ ചെയ്യുന്നതായിട്ടുള്ള സകല ക്രിയകളും കർമ്മങ്ങളും യാഗങ്ങളും പൂജകളും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് രാജൻ എന്ന സംശയ, അതിന് യാതൊരു സംശയവുമില്ല, എൻ്റെ ജീവിതം, എൻ്റെ സർവസ്വമൊക്കെ ഈ കാമധേനു തന്നെയാണ്. എൻ്റെ ജീവിതം ഇതുപോലെ ഭംഗിയായിട്ട് മുമ്പാക്കം കൊണ്ടുപോകുന്നതിന് കാരണമായിട്ട് ഭവിക്കുന്നത് കാമധേനു തന്നെയാണ്. എന്നിട്ട് ഉടനെ തന്നെ പറയാണ്, ബഹുനാ കിം പ്രലാപേന, ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഓരോന്നായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? ബഹുനാ കിം പ്രലാപേന, അധിക സമയം കുറേ തവണ പറഞ്ഞ് വിലപിച്ചിട്ട് എന്ത് കാര്യം? കാമദോഹിനിയും എന്ന ദാസ്യേ, എൻ്റെ കാമങ്ങളെ മുഴുവനും ദോഹനം ചെയ്ത് കറന്ന് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചുരത്തിത്തരുന്നവളായ ഈ കാമധേനുവിനെ ന ദാസ്യേ, ഞാൻ ആർക്കും കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് ചോദിക്കണ്ട, അധികം പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല.
കാമധേനുവിനെ തരില്ല എന്ന് മാത്രമേ വസിഷ്ഠൻ പിന്നീട് ഉറപ്പിച്ചു പറഞ്ഞുള്ളൂ. അതായത് കാമധേനു ഇല്ലെങ്കിൽ വസിഷ്ഠൻ്റെ ജീവിതം മുമ്പാക്കാൻ പോവില്ല. എല്ലാ കാര്യങ്ങളെയും കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പ്രവൃത്തികളും ആശ്രമത്തിൽ ചെയ്തു പോകുന്നത് ഈ കാമധേനുവിനെ ആശ്രയിച്ചുകൊണ്ടാണ്. ദേവന്മാരെ കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിരിക്കുകയാണ് കാമധേനു വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ വളർന്നോട്ടെ അല്ലെങ്കിൽ ജീവിച്ചോട്ടെ എന്ന്. അങ്ങനെയുള്ളൊരവസരത്തിൽ കാമധേനുവിനെ തരാൻ നിവൃത്തിയില്ല എന്ന് വസിഷ്ഠൻ വിശ്വാമിത്രനോട് ഉറപ്പിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി ഈ സർഗം തീരാണ്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. നാനാവർണവിഭക്താനാം വയസ്ഥാനാം തഥൈവ ച ദദാമ്യേകാം ഗവാം കോടിം ശബളാദീയതാം മമ യാവദിച്ഛസി രത്നാനി ഹിരണ്യം വാ ദ്വിജോത്തമ താവദ്ദദാമി തേ സർവം ദീയതാം ശബളാ മമ ഏവമുക്തസ്തു ഭഗവാൻ വിശ്വാമിത്രേണ ധീമതാ ന ദാസ്യാമീതി ശബളാം പ്രാഹരാജൻ കഥം ജന ഏതദേവ ഹി മേ രത്നം ഏതദേവ ഹി മേ ധനം ഏതദേവ ഹി സർവസ്വം ഏതദേവ ഹി ജീവിതം ദർശശ്ച പൗർണമാസശ്ച യജ്ഞാശ്ചൈവാപ്തദക്ഷിണാഃ ഏതദേവ ഹി മേ രാജൻ വിവിധാശ്ച ക്രിയാസ്തഥാ അധോ മൂലാഃ ക്രിയാഃ സർവാ മമ രാജന്ന സംശയഃ ബഹുനാ കിം പ്രലാപേന ന ദാസ്യേ കാമദോഹിനീം. അങ്ങനെ വസിഷ്ഠൻ വിശ്വാമിത്രനോട് ഉറപ്പിച്ചു പറഞ്ഞു, ഈ കാമധേനുവിനെ ഞാൻ തരില്ല എന്ന്. പക്ഷേ രാജാവ് എന്താണ് കാണിച്ചത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ, അടുത്ത സർഗത്തിൽ കാണാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.